മേഘാലയയിലെ ഹണിമൂണിനിടെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ഭാര്യയുടെ കൺമുന്നിൽ വെച്ച് ആക്രമിക്കുമ്പോൾ ഭാര്യയും കൊലക്കേസിലെ മുഖ്യപ്രതിയുമായ സോനം രഘുവംശി കൊലയാളികൾക്കുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നതായും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. മേഘാലയയിൽ ഹണിമൂൺ ആഘോഷിക്കുന്നതിനിടെയാണ് ഇൻഡോർ സ്വദേശിയായ രാജ രഘുവംശിയെയും ഭാര്യ സോനത്തെയും മെയ് 23 മുതൽ കാണാതായത്. തുടർന്ന് ഇവർ സഞ്ചരിച്ചിരുന്ന ഇരുചക്രവാഹനം ഒരിടത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പിന്നാലെ ദിവസങ്ങൾ നീണ്ട തിരച്ചിലിനൊടുവിൽ ജൂൺ 2 ഈസ്റ്റ് ഹാസി ഹിൽസിലെ മലയിടുക്കിൽ നിന്ന് രാജ രഘുവംശിയുടെ മൃതദേഹം കണ്ടെടുത്തു. എന്നാൽ ഭാര്യ സോനം രഘുവംശിയെ അപ്പോഴും കണ്ടെത്താനായിരുന്നില്ല. പ്രാഥമിക പരിശോധനയിൽ തന്നെ രാജ രഘുവംശിയുടെ കൊലപാതകമാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയിരുന്നു. സംഭവ സ്ഥലത്തു നിന്ന് ലഭിച്ച വടിവാളും റെയിൻകോട്ടും മൊബൈൽ സ്ക്രീനിന്റെ ഭാഗവും അന്വേഷണത്തിൽ നിർണായകമായി. ഇതിനിടെ 3 പേർ ദമ്പതിമാരെ പിന്തുടരുന്നത് കണ്ടതായി ഒരു ടൂറിസ്റ്റ് ഗൈഡ് നൽകിയ മൊഴിയും നിർണായകമായി. സംഭവത്തിൽ തുടക്കം മുതലേ പോലീസിന് സോനം രഘുവംശിയെ സംശയമുണ്ടായിരുന്നു. ഇതിനിടെ യുവതി കൊലയാളികളായ 3 പേരുമായി സംസാരിക്കുന്നതിൻ്റെ ചില CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. കൊലപാതകം നടന്ന സ്ഥലത്തുനിന്ന് 10 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്ത് വെച്ചാണ് സോനവും വാടക കൊലയാളികളും പരസ്പരം സംസാരിച്ചു നിൽക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസ് കണ്ടെടുത്തത്. പിന്നാലെ സോനത്തിൻ്റെ മൊബൈൽ ഫോൺ വിവരങ്ങൾ പരിശോധിച്ചതോടെ രാജ് കുശ്യ എന്ന ആളുമായി യുവതി അടുപ്പത്തിലാണെന്ന വിവരവും സ്ഥിരീകരിച്ചു. ഇതോടെയാണ് സോനം രഘുവംശിയെ പിടികൂടാനായി ഓപ്പറേഷൻ ഹണിമൂൺ എന്ന പേരിൽ ജൂൺ 7 മുതൽ മേഘാലയ പോലീസ് വിപുലമായ അന്വേഷണം ആരംഭിച്ചത്. രാജ രഘുവംശിയെ കൊലപ്പെടുത്തിയ കേസിൽ ഭാര്യ സോനം, കാമുകൻ രാജ് കുശ്യോ എന്നിവരുൾപ്പെടെ 5 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്.